ഗൈസ്, ഒരു ലീക്ക്ഡ് പടം വെച്ച് ഒരേ സമയം 3 ലാംഗ്വേജിൽ ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് തളപതി പവർ. ഇന്ത്യയിൽ മറ്റൊരു നടനും അച്ചീവ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം കൂടി പുള്ളി ഈ ഒരു സിനിമയിലൂടെ അടിച്ചിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മില്യൺ+ പ്രീ സെയിൽ വരുന്ന 3 സിനിമകൾ അടുപ്പിച്ച് ഹാട്രിക്ക് തളപതിക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ റെക്കോർഡാണ്. ഇനി പലരും അത് സ്വന്തമാക്കും, പക്ഷേ ഫസ്റ്റ് അടിച്ചേക്കുന്നത് തളപതി. ദാറ്റ്സ് തളപതി. ഇന്ത്യയിൽ ഒരു ലീക്ക്ഡ് പടം, 6 to 7 മാസം ഡിലേ വന്നൊരു പടം, ആ പടം വെച്ച് വേൾഡ് വൈഡ് FD 80 കോടിക്ക് മുകളിൽ തൂക്കിയിരിക്കുകയാണ്. ദാറ്റ്സ് തളപതി, ദി ബ്രാൻഡ് പവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് പറയണം, ഇന്ത്യയിൽ മറ്റേത് സ്റ്റാറും ആയിക്കോട്ടെ ഈ ഒരു അവസ്ഥ അവരുടെ സിനിമയ്ക്ക് വരികയാണെങ്കിൽ, സിനിമ ലീക്കാകുകയാണെങ്കിൽ, അതിനുശേഷം ഒരു 6-7 മാസം കഴിഞ്ഞ് റിലീസ് ആകുകയാണെങ്കിൽ, അതിപ്പോൾ സല്ലുബായുടെ ആയിക്കോട്ടെ, SRKയുടെ ആയിക്കോട്ടെ, സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ആയിക്കോട്ടെ, അല്ലു അർജുൻ്റെ ആയിക്കോട്ടെ, പ്രഭാസിൻ്റെ ആയിക്കോട്ടെ, ആരുടെ വേണേലും ആയിക്കോട്ടെ, അവരുടെ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ ഈ പറഞ്ഞ 80 കോടി കിട്ടുമോ? സാധ്യമാകുമോ? സാധ്യമാകുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. ദാറ്റ്സ് തളപതി. ദാറ്റ്സ് തളപതി പവർ. ഇന്നലെ പടം റിലീസായപ്പോൾ തന്നെ ഈ പടം ലീക്കായി, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലീക്ക്ഡായ സിനിമയുടെ ഒരു സീൻ പോലും കാണാതെ ഈ സിനിമ വൺ ലാസ്റ്റ് ഡാൻസ് വിത്ത് തളപതി അത് ബിഗ് സ്ക്രീനിൽ തന്നെ ആഘോഷിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഇന്നലെ പോയി സിനിമ കണ്ടായിരുന്നു. കണ്ടതിന് ശേഷം ഞാൻ ചുമ്മാ BMS ഒക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ചുമ്മാ കത്തിക്കുകയാണ്. 3 ലാംഗ്വേജിൽ ഒരേ സമയം ട്രെൻഡിങ് ആണ്. ഫസ്റ്റ് ഡേ പ്ലസ് പ്രീ സെയിൽ ഏകദേശം 1.83 മില്യൺ ആണ്. 18 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഫസ്റ്റ് ഡേ പ്ലസ് പ്രീ സെയിലായിട്ട് ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതേ സമയം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ബുക്ക് മൈ ഷോയിൽ ഈ പടം ഏത് ലെവലിലാണ് പോകണമെന്ന് നമുക്ക് നോക്കാം. ജനനായകൻ തമിഴ് വേർഷൻ ബുക്ക് മൈ ഷോയിൽ ഏകദേശം 20K per hour, 20,000 ടിക്കറ്റാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ വിറ്റ് പോയേക്കുന്നത്. ഇനി ജനനേത ഹിന്ദി വേർഷൻ 1.64K, 1600 മുകളിൽ ടിക്കറ്റ് കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ വിറ്റ് പോയിട്ടുണ്ട്. ഹിന്ദി വേർഷൻ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെയാണ് അവിടെ റിലീസായത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ജനനായകുഡു തെലുങ്ക് വേർഷൻ ഏകദേശം 1.54K തന്നെ. അപ്പോൾ ഏകദേശം ഇപ്പം ബുക്ക് മൈ ഷോ വഴി ഈ 3 ലാംഗ്വേജസ് കമ്പൈൻഡ് ആയിട്ട് ഒരു 24,000 കൂടുതൽ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോ വഴി ഈ കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ പോയത്. രണ്ടാമത്തെ ദിവസം വർക്കിംഗ് ഡേ, ഓഫ് സീസൺ, ഒരു ലീക്ക്ഡ് പടം, 6 മാസം ഡിലേ വന്ന പടം, ഒരു പാർട്ടി പടം, ഒരു പൊളിറ്റിക്കൽ അജണ്ട പടം. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, പവർ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇത് മറ്റേതെങ്കിലും നടനെ കൊണ്ട് ബെറ്റ് വെച്ചിട്ട് കാര്യമില്ല, അണ്ണം പോവുകയാണ്. ആർക്കും പറ്റത്തില്ല. ദാറ്റ്സ് ഓൺലി പോസിബിൾ ഓഫ് ഹിം, തളപതി വിജയ്. പുള്ളി പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇമ്പോസിബിൾ ആണ്. അബ്സല്യൂട്ട് സിനിമ അതാണ് ജനനായകൻ. പുള്ളി തിയേറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ മാത്രമല്ല, പുള്ളി ഇപ്പോൾ റിയൽ ലൈഫിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, പടത്തെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല, അതും കൂടി പറഞ്ഞേക്കാം. പടം എന്ന് പറയുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് 3 മണിക്കൂർ തളപതി വിജയ് ഷോയാണ്. തളപതി വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഹേറ്ററോ ഫാനോ ആര് വേണേലും നിങ്ങളായിക്കോട്ടെ, പക്ഷേ ആ മനുഷ്യനെ ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നൊരു ഫെയർവെല്ലാണ്, അദ്ദേഹം നമുക്ക് തരുന്ന ഒരു ട്രീറ്റാണ്. അങ്ങനെ എനിക്ക് പറയാനുള്ളത്. കാര്യം ഒരു 3 മണിക്കൂർ പുള്ളിയുടെ സംഹാര താണ്ഡവമല്ലാണ്ട് ഈ സിനിമയിൽ വേറെ ഒന്നുമില്ല. ലോജിക്കില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല, അതൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് തളപതി ഷോ വിത്ത് അനിരുദ്ധിൻ്റെ പവർ പാക്ഡ് മ്യൂസിക് വിത്ത് BGM. ഒരു രക്ഷയില്ല. ആ ഒരു ഫോറസ്റ്റിലെ സീനുണ്ട്, പിന്നെ വിജയ് യൂണിഫോം ഇട്ട് വരുന്ന സീനൊക്കെ പുള്ളി ചുമ്മാ കത്തിച്ചേക്കാണ്. അല്ലെങ്കിലും അനിരുദ്ധ് വിജയ്ക്ക് വേണ്ടി പണ്ണുമ്പോൾ അറിഞ്ഞ് പണ്ണാറുണ്ട്, ഗോട്ടനി പുറത്തു വരാറുണ്ട്. ആ സംഭവം ജനനായകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വിറ്റ്നസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുമ്മാ 4 ഇഞ്ച് ഫോണിൽ കാണേണ്ട പടമല്ലത്, അത് ബിഗ് സ്ക്രീനിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മാസ് മസാല എൻ്റർടൈനറാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ പ്രകാശ് രാജ് ഡീസൻ്റ് അഭിനയമാണ്. ബോബി ഡിയോള് പുള്ളിയുടെ ക്യാരക്ടറൊക്കെ കൊള്ളാം, പക്ഷേ അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊണ്ട് കാണിച്ചേക്കണേന്ന് ഒരു പിടുത്തമില്ല. പുള്ളി നല്ല സ്റ്റൈലിഷൊക്കെ ആയിട്ടുണ്ട്, ആക്ഷൻസ് കൊള്ളാം, അങ്ങനെ എല്ലാം കുറേ സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ പുള്ളിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ബഡ്ജറ്റ് ചിലവാക്കിയേക്കുന്നത്, വില്ലന് വേണ്ടിയിട്ട്. മമിത ബൈജു നമുക്ക് അഭിമാനിക്കാം, പുള്ളിക്കാരത്തി വേറെ ലെവലിലേക്ക് കയറി പോകും. ആസ് എ മലയാളി സോ പ്രൗഡ് പുള്ളിക്കാരത്തിനെ സ്ക്രീനിൽ ആ ഒരു രീതിയിൽ കാണുമ്പോൾ. വിജയായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഡ്യൂപ്പില്ലാതെ പുള്ളിക്കാരത്തിയാണ് ചെയ്തതെങ്കിൽ വേറെ ലെവൽ, ഒന്നും പറയാനില്ല, കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് 50% പൊളിറ്റിക്കൽ അജണ്ടയും 50% ഭഗവന്ത് കേസരിയും പ്ലസ് 100% ഒരു ഔട്ട് ആൻഡ് ഔട്ട് തളപതി ഷോയുമാണ്. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക.
എക്സ്പീരിയൻസ് ചെയ്യുക. ഇഷ്ടപ്പെടും 100% ഇഷ്ടപ്പെടും. ഗുഡ് ബാഡ് അഗ്ലിയും കറുപ്പും ഒക്കെ കണ്ട് ഓർഗസം കൊണ്ട കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട്. അപ്പോൾ ആ സിനിമകൾ കണ്ട് ഓർഗസം കൊണ്ടവന്മാരുടെ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പോയി കാണുക. വൺ ലാസ്റ്റ് ഡാൻസ് വിത്ത് തളപതി വിജയ്. ഇനി പുള്ളിനെ സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും എനിക്കില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ആസ് എ വിജയ് ഫാൻ എനിക്ക് തോന്നുന്നത് ഒരു 3 വർഷത്തിനുള്ളിൽ അങ്ങേറെ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ സിനിമ കണ്ടു തുടങ്ങിയത് അല്ലെങ്കിൽ സിനിമയോട് ഇൻട്രസ്റ്റ് വന്നത് തന്നെ ആ മനുഷ്യൻ കാരണമാണ്. ആ മനുഷ്യൻ കംപ്ലീറ്റ്ലി പോയി എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ സിനിമയോടുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി പോകും. ആ ഒരു ലെവലിലാണ് പുള്ളിനെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി 3 വർഷത്തിനുള്ളിൽ പുള്ളിയൊരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് വരുമെന്ന് ഞാൻ ഡീപ്പായിട്ട് വിശ്വസിക്കുന്നു. എന്ത് വേണം സംഭവിക്കട്ടെ. നിങ്ങൾ ജനനായകൻ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കറുപ്പ് ഗുഡ് ബാഡ് അഗ്ലിയെ കണ്ട് ഓർഗസം കൊണ്ട ടീമുകൾ ഇവിടെ വന്ന് നെഗറ്റീവ് അടിക്കണമെങ്കിൽ അടിച്ചിട്ട് പോയിക്കോ. അപ്പോൾ ബൈ ടച്ച് മൈ ലൈഫ്.